ഞാൻ ഫാദർ ജേക്കബ് വെള്ളമരുതെങ്കിൽ പാലാരൂപത അംഗമായ വൈദികനാണ്. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇപ്പോൾ 24 വർഷമായി. ഇപ്പോൾ പാലാരൂപതയുടെ ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷകളിലാണ് ഞാൻ വ്യാപൃതനായിരിക്കുന്നത്. ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷകളിൽ കരിസ്മാറ്റിക്, കുടുംബ കൂട്ടായ്മ, അതുപോലെ ബൈബിൾ കൺവെൻഷൻ, ജാഗ്രതാ സമിതി, അന്ത്യവിരുദ്ധ സമിതി, അങ്ങനെ ഒരു 6-7 ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് രൂപതയിൽ. നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ജീവിതബന്ധിയായ ചിന്തകളാണ് ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ മരിയൻ അനുഭവം, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള അനുഭവം, ബാല്യത്തിലെ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ, ഞാൻ ജനിച്ചത് ഹൈറേഞ്ചിലാണ്. വളർന്നത് പാലാരൂപതയിലുള്ളിലുള്ള നീലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ മാതാപിതാക്കളുടെ കൂടെ നിന്ന് ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടേക്ക് വന്നു. അവിടെ നിന്ന് പഠിക്കാൻ സൗകര്യമുള്ളതുകൊണ്ടാണ്, തൊട്ടടുത്ത് സ്കൂള് സംവിധാനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ വന്ന് നിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മരിയഭക്തിയെക്കുറിച്ച് ഞാൻ എൻ്റെ ബാല്യത്തിലേക്ക് കടന്നു എന്ന് ചിന്തിക്കുമ്പോൾ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേരൻസ്, ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1970, അതിൻ്റെ പിന്നിലേക്കുള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കൾ വളരെ ഡീപ്പായിട്ടുള്ള വിശ്വാസം നിലനിർത്തിയിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഉള്ളവരെ ഞാൻ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, എങ്കിൽ പോലും അവർക്കുണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ദൈവത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്. ദൈവം തങ്ങളുടെ ജീവിതത്തെ അനുനിമിഷം നിയന്ത്രിക്കുമെന്നുള്ളവരുടെ തിരിച്ചറിവ്. അതുകൊണ്ട് അവരുടെ ആ വിശ്വാസം കണ്ടുപഠിക്കേണ്ട വിശ്വാസമാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിന്ന് പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അവർക്കുള്ള ദൈവവിശ്വാസം, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി, ആദരവ്, അമ്മയോട് ദൈവത്തോട് ഒക്കെ ഉള്ള സമർപ്പണം, ഇതെല്ലാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വല്യപ്പനൊക്കെ ആണെങ്കിൽ സന്ധ്യാമണി അടിച്ചാൽ തൊട്ടടുത്താണ്, പള്ളിയുടെ തൊട്ടടുത്താണ്. സന്ധ്യാമണി ദേവാലയത്തിൽ നിന്ന് മുഴങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ജപമാല ആരംഭിക്കുകയാണ്, ഒരു സംശയവുമില്ല. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം വരെ ഞാനത് ഓർക്കുകയാണ്. അപ്പോൾ ജപമാല പ്രാർത്ഥനയിലും മറ്റു പ്രാർത്ഥനകളിലും ഒന്നും 1 മണിക്കൂറിൽ കുറയാത്ത പ്രാർത്ഥനയാണ് അത്. വല്യപ്പനൊക്കെ ആണെങ്കിൽ വലിയ മുട്ട നിന്നുകൊണ്ടാണ് ആ പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി തീർക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് കുറച്ച് സമയം ഞങ്ങൾ മുട്ട നിൽക്കണം, ബാക്കി സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമൊക്കെ തരും. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായ ആ ഒരു ബന്ധം, മാതാപിതാക്കളിലൂടെ ലഭിച്ച ആ ഒരു ബന്ധം മറക്കാനാവാത്തതാണ്. ഗ്രാൻഡ് പേരൻസിലൂടെ ലഭിച്ചത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാൻ കാരണം, മാതാപിതാക്കളുടെ കൂടെ ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാനുള്ള സൗകര്യത്തിനായിട്ട് നാട്ടിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു. എങ്കിലും ഞാൻ പലപ്പോഴും ഓർക്കും, ഈ നമ്മൾ തുമ്പച്ചെറിയച്ഛൻ്റെ ഗാനമാണെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ എന്നൊരു ഗാനമുണ്ടല്ലോ. അപ്പോൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളിലേക്ക് നമ്മൾ ഒന്ന് തിരികെ പോകും. അവർക്ക് ദൈവസന്നിധിയിലുണ്ടായിരുന്ന സമർപ്പണം, ആ ബോധ്യം, പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്ന അവരുടെ വലിയ ഭക്തി, പരിശുദ്ധ അമ്മ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുമെന്ന് ഞങ്ങളെന്നും അവർ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം നിസ്സാരമല്ല, വളരെ പ്രധാനപ്പെട്ട മാധ്യസ്ഥമാണ് എന്ന് മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ഗ്രാൻഡ് പേരൻസ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഞാൻ എന്നും ഓർക്കാറുണ്ട്. ബാല്യത്തിൽ അതുപോലെ തന്നെ സഭാ ശുശ്രൂഷകളിൽ വ്യാപൃതരായിരുന്ന കാലഘട്ടം കൂടിയാണല്ലോ. നമ്മൾ ഓൾട്ടർ ബോയ്സ് ആയിട്ടും ഒക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഇടവക നീലൂർ എന്ന് പറഞ്ഞ ഇടവകയിലാണ് ഞാൻ ആ ചെറുപ്പത്തിലൊക്കെ വളർന്നത്. ആ ഇടവകയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൈദികരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മരിയ ഭക്തിയിൽ മക്കളെ, പ്രത്യേകിച്ച് ഇടവകയിലെ കുഞ്ഞുങ്ങളെ വളർന്ന കാര്യത്തിലൊക്കെ വളരെ തൽപരരായിരുന്നു, ശ്രദ്ധാലുക്കളായിരുന്നു. അതെല്ലാം ഈ ശൈശവ ബാല്യ കാലഘട്ടങ്ങളിൽ മാതാവിനോടുള്ള ഒരു ഭക്തി അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ആഴപ്പെടുന്നതിന് കാരണമായിട്ട് തീർന്നു. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല പ്രാർത്ഥനയാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ തന്നെ അതിനോട് കൂട്ടിച്ചേർത്ത്, ജപമാല പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ലുത്തിനിയ, പിന്നീട് രൂപപ്പെട്ട ലുത്തിനിയ, എത്രയും ദയുള്ള മാതാവ്, ഇങ്ങനെയുള്ള ജപങ്ങളെല്ലാം തന്നെ ഒത്തിരി ജപങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു നിധിയാണ് ജപമാല പ്രാർത്ഥന എന്ന് നമുക്കറിയാം.
എൻ്റെ ഈ ചെറുപ്പകാലത്തിൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു ബന്ധം ജപമാലയിലൂടെ വെളിപ്പെട്ടു വന്ന ഒരു വലിയ ബന്ധമുണ്ടായിരുന്നെങ്കിലും വലിയ ആഴത്തിലുള്ള ഒരു ഒരു ബന്ധം എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടായിരിക്കാം ആ കാലഘട്ടത്തിൽ. പിന്നീട് എൻ്റെ പൗരോഹിത്യത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയും ജപമാല പ്രാർത്ഥനയും ഒക്കെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് ഞാൻ തുടർന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാഹചര്യം, ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മാതാപിതാക്കളിൽ, ഗ്രാൻഡ് പേരൻസിൽ, അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റ് അംഗങ്ങൾ, ഞങ്ങൾ 9 പേരാണ് മക്കളെല്ലാവരും ഉള്ളത്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചൈതന്യം ചെറുപ്പത്തിലെ ഞങ്ങളെ കുടുംബത്തിൽ വളർത്തിക്കൊണ്ടു വന്നു. നമുക്കറിയാം, കുടുംബ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയാണ്. അത് ആവർത്തിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നിറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സഭാ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഓർക്കുന്നു, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്. നമുക്ക് കൊന്തപ്പത്തിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ആ ഒരു മാസത്തിൽ ഒന്നിച്ചിരുന്ന് അന്നുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് വളരെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ മരിയ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് എടുക്കുന്ന ആ ഒരു അധ്വാനം, അവരുടെ ഒരു വലിയ താല്പര്യം. അപ്പോൾ ഈ ജപമാല മാസം ആരംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 10 ദിവസം എന്നാണെന്ന് സ്കൂളിലെ സിസ്റ്റർമാരോട് ചോദിക്കും. നമുക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സമയം ഏത് ദിവസങ്ങളാണ്. എന്നിട്ട് ആ ദിവസങ്ങളിൽ പള്ളിയിലേക്ക് പോവുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു സന്തോഷമായിരുന്നു. അത് തീർച്ചയായിട്ടും മാതാപിതാക്കളിലൂടെ കൈമാറി വന്നതാണ്. മാതാപിതാക്കൾ കൊടുക്കുന്ന വിശ്വാസബോധ്യവും മാതാപിതാക്കൾ കൊടുക്കുന്ന സംസ്കാരവും മാതാപിതാക്കൾ കൊടുക്കുന്ന ആധ്യാത്മികതയും മാത്രമേ പിന്നീട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് വളരുകയും നിലനിൽക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ലോകം മുഴുവനും ചുറ്റി നടന്ന് ധ്യാനം നടത്തുന്ന ആളാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇപ്പോൾ വളരെ കാര്യമായിട്ട് അനുഭവിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ബാല്യത്തിൽ പരിശുദ്ധ അമ്മയിലുള്ള ഭക്തി ഉറപ്പിച്ച് തന്നത് ആ ചുറ്റുപാടുകളാണ്. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ്, സഹോദരങ്ങൾ, സഭാ സംവിധാനം, അതുപോലെ കലാലയം. ഇതിലൂടെ എല്ലാം വലിയ ആഴത്തിലല്ലെങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ഒരു ബന്ധത്തിൽ വളർന്നു വരുവാനായിട്ട് അത് കാരണമാക്കി തീർത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 2ാം ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് ഞാൻ ആ സെമിനാരിയിൽ ചേരുന്നത് എൻ്റെ അത്യാവശ്യ പഠനങ്ങൾക്കെല്ലാം ശേഷമാണ്. ഒരു 23-ാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നത്. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടവകയിലെ വിവിധങ്ങളായ മിനിസ്ട്രികളിലെല്ലാം സഹായിച്ച്, പ്രത്യേകിച്ച് KCOM ആണ്, KCOMൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ ഒത്തിരി ശുശ്രൂഷ ചെയ്ത് അങ്ങനെ ഇടവകയിൽ കണ്ണിലുണ്ണിയായിട്ട് ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. അന്നിങ്ങനെ പാട്ടും പരിപാടികളും എല്ലാം ഉണ്ട്. ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഗാനമേളയിലൊക്കെ പാടി നടന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ കർത്താവ് എന്നെ ഇതിനുവേണ്ടി പൗരോഹിത്യത്തിലേക്ക് വിളിക്കുകയാണ്. അതിന് പിന്നെ യൗസപിതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം കൂടി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രിയ ഭർത്താവായ യൗസപിതാവിൻ്റെ ഓർമ്മ കൂടി എനിക്ക് വരുന്നുണ്ട് നിശ്ചയമായിട്ടും എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ സെമിനാരിലെത്തിയ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നു, ജപമാല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് സെമിനാരി കാലത്ത് ഞങ്ങൾക്ക് ആലുവ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾക്ക് പ്രൈവറ്റ് റോസറിയാണ്. ബാക്കി ദിവസങ്ങളെല്ലാം പൊതുവിലുള്ള റോസറി ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം പ്രൈവറ്റ് റോസറിയാണ്. ചിലപ്പോൾ ചില ബിരുദന്മാർ ചുമ്മാ തമാശയ്ക്ക് വരും, പ്രൈവറ്റ് റോസറി മീൻസ് നോ റോസറി. പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല. ഞാനത് എൻ്റെ പുണ്യം പറയാൻ വേണ്ടിയല്ല. പക്ഷേ ആ വ്യാഴാഴ്ച ദിവസം മംഗലപ്പുഴ സെമിനാരിയുടെ മുറ്റത്തുകൂടെയും ആ ദേവാലയത്തിൻ്റെ അടുത്തുകൂടെയൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് പുറത്തൂടെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നടന്ന് ജപമാല ചെല്ലുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ കാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്, പൗരോഹിത്യത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോഴും പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്ത് നമ്മളെ പൗരോഹിത്യത്തിലേക്ക് ഒരുക്കുന്നതിൻ്റെ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ സെമിനാരി കാലഘട്ടത്തിലെ എൻ്റെ ഒരു ഓർമ്മയാണ് ഞാനിത് പറയുക. അതിനുശേഷം വൈദികനായി 2001 ജനുവരി 1-ാം തീയതിയാണ് പട്ടം കിട്ടുന്നത്. പട്ടം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ മേലുകാവ് മറ്റം എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ആദ്യത്തെ കൊച്ചനായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ആദ്യം എനിക്ക് ഒരു
നരിവേലി അച്ഛനായിരുന്നു എൻ്റെ വികാരിയച്ഛന്. അതിനുശേഷം ഒരു സെബാസ്റ്റ്യൻ ആലപ്പാട്ട് കുന്നേലച്ഛൻ എൻ്റെ വികാരിയച്ഛനായി. ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഓർക്കുന്നത്, ഈ കാലഘട്ടങ്ങളിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു വർഷം കഴിഞ്ഞ് പിന്നത്തെ വർഷം ആരംഭിക്കും മുതൽ എന്നെ ഒരു മരിയൻ ധ്യാനത്തിൻ്റെ സംഘാടകനും അല്ലെങ്കിൽ മരിയൻ ധ്യാനം നടത്തുന്ന ആളായിട്ട് തമ്പുരാൻ മാറ്റുകയാണ്. അത് നിശ്ചയമായിട്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയൊരു ഇടപെടൽ അതിലുണ്ട് എന്ന് നമുക്കറിയാം. അമ്മ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ആ രണ്ടാമത്തെ വർഷം തൊട്ട് ഞാൻ ഏതാണ്ട് ഒരു 10-15 വർഷക്കാലം തുടർച്ചയായി ഈ മരിയൻ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നു. രൂപതയ്ക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത്, നമ്മുടെ ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ മരിയൻ ധ്യാനം നടത്തുന്നൊരു ഒരു ശൈലി എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ താമസിച്ചുള്ള മരിയൻ ധ്യാനം നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്ര ഓഫീസുകളുള്ളതുകൊണ്ട് നമ്മൾ താമസിക്കത്ര ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒരു ധ്യാനം നടത്തണം. ഞാനിത് പറഞ്ഞു വന്നത്, ഈ ധ്യാനത്തിൽ നമുക്ക് ദിവംഗതനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം എപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ഒരു അപ്പസ്തോലിക ലേഖനമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല. ആ ജപമാലയിൽ മാർപ്പാപ്പ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഈ ജപമാല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്ന് ദൈവപുത്രനായ ഈശോയുടെ തിരുമുഖം ധ്യാനിക്കലാണ്. അത് എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. ജപമാല എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലി തീർക്കുന്നൊരു പ്രാർത്ഥനയല്ല. അതിനപ്പുറത്തേക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്ന് ദൈവത്തിൻ്റെ തിരുമുഖം ധ്യാനിക്കുന്ന പ്രക്രിയയാണ് ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിശ്ചയമായിട്ടറിയാം, ധ്യാനയോഗ്യമായിട്ട് ഈ പ്രകൃതിയിൽ ഒറ്റ മുഖമേ ഉള്ളൂ. ആ മുഖം ദൈവത്തിൻ്റെ മുഖമാണ്. ദൈവത്തിൻ്റെ മുഖമാണ് മനുഷ്യൻ ധ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് അദൃശ്യനായിരുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കുക അസാധ്യമായതുകൊണ്ട് കാലത്തിൻ്റെ ദൈവം തന്നെ പുത്രനായിട്ട് മനുഷ്യനായി അവതരിച്ച് തൻ്റെ തിരുമുഖം നമുക്ക് ദർശനയോഗ്യമാക്കി തീർക്കുന്നത്. അപ്പോൾ ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുന്ന പ്രക്രിയയാണ് ജപമാല പ്രാർത്ഥന. അപ്പോൾ അത് ആ ചാക്രിക ലേഖനം പഠിച്ചപ്പോൾ, അപ്പസ്തോലിക ലേഖനം പഠിച്ചപ്പോൾ മുതൽ ജപമാല ചെല്ലുമ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മരിയൻ ധ്യാനത്തിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. ഒന്നാമത്തേത് പരിശുദ്ധ കന്യകാമറിയം നയിക്കുന്ന ധ്യാനമാണിത്. രണ്ടാമത്തേത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടുന്ന ധ്യാനമാണിത്. അപ്പോൾ ജപമാല പ്രാർത്ഥന എത്രമാത്രം വിശിഷ്ടമാണ് എന്ന് ആ അപ്പസ്തോലിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ മുഴുവൻ, ഞാൻ പറഞ്ഞല്ലോ, പിന്നീടുള്ള കാലഘട്ടത്തിൽ മുഴുവൻ ദിവസം ഒരു ജപമാലയെങ്കിലും ചെല്ലിയില്ലെങ്കിൽ അത് വലിയൊരു ദുഃഖമാണ്, വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ പറ്റിയില്ലെങ്കിലും ഇന്നത്തെ ദിവസം ആ ജപമാല ചെല്ലിയതിന് ശേഷം അടുത്ത ജപമാല ചെല്ലാൻ പറ്റൂ. അപ്പോൾ അത്രമാത്രം ഒരു ബന്ധം പരിശുദ്ധ അമ്മയുമായിട്ട് സ്വന്തമാക്കാനായിട്ട് ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നപ്പോൾ മുതൽ അത് നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ട്. നമ്മൾ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ സഭ നമുക്ക് നൽകിയിരിക്കുന്ന അമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഔദ്യോഗിക പ്രാർത്ഥനയായ പരിശുദ്ധ ജപമാലയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ മനുഷ്യ മക്കളോടുള്ള ബന്ധം എന്തുമാത്രമാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതിനപ്പുറത്താണ്. അതാണ് എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഒരു ചിന്തയും അതാണ്. കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടാത്ത രാജ്യങ്ങളില്ല ഈ ഭൂമിയിൽ. ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു, സന്ദേശം നൽകി എന്ന് പറയുന്ന രാജ്യങ്ങൾ പരസ്യമായിട്ട് കുറവാണ്. ഔദ്യോഗികമായിട്ട് സഭ പ്രഖ്യാപിച്ച് കുറവാണ്. ഉദാഹരണത്തിന് ലൂർദിൽ, മെജുഗോറിയയിൽ, ഫാത്തിമയിൽ, അങ്ങനെയുള്ളിടത്തൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും അതിനപ്പുറത്തേക്ക് മാതാവ് എല്ലാ രാജ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സകല മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമ്മ. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണോ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവളാണ് പരിശുദ്ധമ്മ എന്നാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനത്തിൽ പരിശുദ്ധമ്മ പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ അടിയാട്ടി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ, നിൻ്റെ ആഗ്രഹം നടപ്പാകട്ടെ എന്നാണ് പറയുന്നത്. നിൻ്റെ വചനം എന്നിൽ സാധൂകരിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ മാംസം ധരിക്കട്ടെ എന്ന് മറിയ സമ്മതിക്കുകയാണ്. അത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പിന്നീടുള്ള ചിന്തയും. ഞാൻ ചിന്തിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതിന് മറ്റൊരു കാരണവുമില്ല. പരിശുദ്ധ കന്യാമറിയത്തിന് നമ്മളോടുള്ള ബന്ധമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം.
എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്വർഗത്തിൽ പോകാനുള്ളവരുടെ പൊക്കിൾ കൊടി ബന്ധമുള്ള അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. മാമോദീസായിൽ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ യേശുവിനോട് താതാത്മ്യപ്പെടുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ അമ്മയും യേശുവിന് രൂപം കൊടുക്കുന്ന ദൈവപിതാവും ദൈവപിതാവിൻ്റെ വചനവും പരിശുദ്ധാത്മാവും എല്ലാം ചേരുന്ന ഒരു പ്രക്രിയയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പ്രക്രിയകൾ മുഴുവൻ നമ്മുടേത് കൂടിയായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായിട്ട് തീരുകയാണ്. അതിന് ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ പെറ്റമ്മയ്ക്ക് മക്കളോടുള്ളൊരു ബന്ധം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോടുണ്ട്. ഇതാണ് പരിശുദ്ധമ്മ ലോകം മുഴുവൻ ഓടി നടക്കുന്നത്. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ തലമൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് സെമിനാരിയിൽ ജീവിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ പണ്ട് ഈ ജയിൽ വിസിറ്റിന് പോകും, ജീസസ് ഫ്രട്ടേണിറ്റിയുടെ ജയിൽ വിസിറ്റിന് പോകുന്ന ഓർമ്മ എൻ്റെ മുമ്പിലുണ്ട്. അതായത് ഞങ്ങൾ പോകുമ്പോൾ പലപ്പോഴും ജയിലറകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കില്ല, അതിൻ്റെ വാതായനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരില്ല. ഞങ്ങൾ നേരത്തെയൊക്കെ അറിയിക്കുന്നതാണ്, ഞങ്ങൾ ഇന്ന പോലെ ഇന്ന ജയിലുകളിൽ വരുന്നുണ്ട്, അത് അവിടുന്ന് അതിൻ്റെ സൂപ്രണ്ടിൽ നിന്നും അതുപോലെ DGPയുടെ ലെറ്ററുമൊക്കെ ഞങ്ങൾ ഒബ്റ്റെയിൻ ചെയ്താണ് പോകുന്നത്, പ്രാർത്ഥിച്ചു പോകുന്നു. പക്ഷേ ജയിൽ സന്ദർശിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ തുറക്കല. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞവർ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചിടും. അപ്പോൾ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങൾ ആഗ്രഹിച്ചത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആ ജയിലിലുള്ള അന്തേവാസികളോടുകൂടി ആ സഹോദരങ്ങളോടുകൂടി ആയിരിക്കാനും അവർക്ക് രക്ഷയുടെ സുവിശേഷം നൽകാനുമാണെങ്കിൽ ഞങ്ങൾ ആ 2 മണിക്കൂർ ഈ ജയിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനാ നിമുക്തരാകും. അത് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വേറെ പ്രാർത്ഥനയൊന്നുമല്ല, പരിശുദ്ധ അമ്മയോടെ മാധ്യസ്ഥ ശക്തമായി പ്രാർത്ഥിച്ച് ജപമാല പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് അത്ഭുതമെന്ന് പറയട്ടെ, ഈ ജപമാല പ്രാർത്ഥന ഞങ്ങളങ്ങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും ഒരു സമ്പൂർണ്ണ ജപമാല ഞങ്ങൾക്ക് ചെല്ലേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അവിടെ പരിശുദ്ധ അമ്മ ഇടപെടും, ജയിലറുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. അപ്പോൾ ആദ്യത്തേതിനേക്കാൾ കുറേ കൂടി സ്വീകാര്യതയോടുകൂടി അവിടെ കടന്നു ചെല്ലാനും അവിടുത്തെ മക്കളോട് ദൈവവചനം പ്രസംഗിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കാരണം സൗകര്യം അവിടെ ഒരുക്കി കിട്ടുകയാണ്. ഇത് പല ജയിലുകളിൽ സന്ദർശിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം എന്താ, പരിശുദ്ധ അമ്മ ഈ തടവറയിൽ കിടക്കുന്നവർക്കും ബന്ധനാവസ്ഥയിൽ കിടക്കുന്നവർക്കും രോഗികൾക്കും അതുപോലെ പാപികൾക്കും ഒക്കെ ആശ്രയമാണ്. അവരെല്ലാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധമ്മ. ഈശോ അങ്ങനെയാണല്ലോ ആഗ്രഹിച്ചു. ഈശോ പറഞ്ഞല്ലോ, ഞാൻ കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ലൂക്ക 4:18 തിരുവചനം അതാ പറയുക. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. അപ്പോൾ ഇത് ഈശോയുടെ പ്രവൃത്തിയുടെ ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയുടെ പ്രവർത്തന മേഖലകളായിരുന്നെങ്കിൽ ഇത് തന്നെ പരിശുദ്ധ അമ്മയുടെയും പ്രവർത്തന മേഖലകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈശോയുടെ ഒപ്പം പരിശുദ്ധ കന്യകാമറിയത്തെ ഉയർത്തി നിർത്തുന്ന ദൈവത്തിൻ്റെ സ്ഥാനം നൽകി പറയുന്നതല്ല ഞാനത്. എങ്കിലും പരിശുദ്ധ കന്യകാമറിയം ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ രക്ഷാകര പദ്ധതിയിൽ ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ആൾക്കാർ പറയുന്നത്, അത് ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും ഞാൻ ലോകം മുഴുവൻ നടന്ന് ധ്യാന ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അൾത്താരയിൽ കയറി നിൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാതെ ഞാൻ ജപമാല ചൊല്ലി യാത്ര ചെയ്യും. എപ്പോഴും യാത്രയിലുടനീളം ഞാൻ ജപമാലയിലെ യാത്ര ചെയ്യുന്നത്. എനിക്കിപ്പോൾ കൂടുതൽ സമയം കിട്ടുന്നത്, ജപമാലയെല്ലാം സമയം കിട്ടുന്നത് യാത്രയിലാണ്. അത് സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുമ്പോഴും എൻ്റെ എണ്ണം തെറ്റിയല്ല, ഒരിക്കലും എണ്ണം തെറ്റാറില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരിക്കുന്നവർ ചോദിക്കാറുണ്ട്, അച്ഛൻ ഇത് എണ്ണം തെറ്റുകയല്ല. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഞാൻ ചൊല്ലിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വിരലുകൾ നിവരുകയും അടങ്ങുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കാണ്. പല ആളുകളും എന്നോട് പറയാറുണ്ട്, അച്ഛൻ എണ്ണം തെറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യും. നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് കയറുന്നതിന് മുമ്പ് ഒരു 9 എത്രയെന്നുള്ള മാതാവെ ചെല്ലാൻ പറ്റിയെങ്കിൽ എനിക്ക് വലിയ കാര്യമാണ്. ഇല്ലെങ്കിൽ ഒരു 3 എണ്ണമെങ്കിലും ചെല്ലിയിട്ട് ഞാൻ ആ ശുശ്രൂഷയ്ക്കായിട്ട് കയറിയാൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും ഈശോയുടെ വലിയ അഭിഷേകവും അതിൻ്റെ അകത്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കിതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ല. ആ പൗരോഹിത്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റിയറിംഗ് ഫോഴ്സാണ് പരിശുദ്ധ അമ്മ. ഇതാണ് എൻ്റെ ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട്, അതായത് പൗരോഹിത്യ ജീവിതം അത് ആ പുണ്യത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് ഒരു പുരോഹിതന് ഏറ്റവും സഹായം തേടേണ്ട വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഒരമ്മയ്ക്ക് മക്കളോടുള്ള ഒരു വാത്സല്യമുണ്ട്, ഒരമ്മയ്ക്ക് മക്കളോടുള്ള ഒരു കരുതലുണ്ട്. ആ കരുതൽ എന്ന് പറയുന്നാൽ മക്കൾ തകർന്നു പോകരുത്, നശിച്ചു പോകരുത്, അവർ വേദനിക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഒരമ്മ. അമ്മ ആ വേദന ഏറ്റെടുക്കും.
പക്ഷേ മക്കൾ വേദനിക്കാനായിട്ട് അമ്മ സമ്മതിക്കില്ല, മക്കൾ നശിച്ചു പോകാനായിട്ട് അമ്മ സമ്മതിക്കില്ല. ഞാനിത് പറയുമ്പോൾ അപ്പന്മാരുടെ വിലയൊന്നും കുറച്ചുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഒരു പെറ്റമ്മയ്ക്ക്, നൊന്തുപെറ്റ അമ്മയ്ക്ക് മക്കളോടുള്ളൊരു വാത്സല്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയം ഓരോ ക്രിസ്ത്യാനിയുടെ, ഈ ഭൂമിയിലെ മുഴുവൻ ജനത്തിൻ്റെയുമാണ്, എങ്കിൽ പോലും മാമോദീസായിലൂടെ ദൈവമകനായ ദൈവമകളായി മാറുന്ന ഓരോ വ്യക്തിയുടെയും പെറ്റമ്മയ്ക്ക് സദൃശയായി നിൽക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ജപമാല പ്രാർത്ഥന. ആ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ ആദരിക്കുന്നതോടൊപ്പം രക്ഷാകര പദ്ധതി നമ്മൾ മുഴുവൻ ധ്യാനിക്കുകയാണ്. അപ്പോൾ അമ്മയും ഈശോയും പരിശുദ്ധാത്മാവും പിതാവായ ദൈവവും എല്ലാം നമ്മളുടെ കൂടെ വരുന്ന, നമ്മളോട് ചേർന്നിരിക്കുന്ന വലിയൊരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. കൂടുതൽ നമ്മൾ ജപമാല പ്രാർത്ഥനകൾ ചെല്ലണം. മനസാന്തരത്തിന് വേണ്ടി, രാജ്യങ്ങളെ പോലും മനസാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മ ആവശ്യപ്പെട്ടത് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ജപമാല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആയുധമാണ്. ഈ വത്തിക്കാനിലെ ഏറ്റവും വലിയ ആയുധമാണ് ജപമാല എന്ന് പറഞ്ഞ മാർപ്പാപ്പന്മാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ജപമാല ഭക്തിയിൽ ആഴപ്പെടാനായിട്ട്, വളരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നല്ലവനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.